നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ഇത് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം. എന്നുവെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോഴേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലാതെ ഇത് മറ്റൊരിടത്ത് കേട്ടതാണ്, അപ്പം അത് കണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് രാജ് ടോക്സിലെ നമ്മുടെ രാജേട്ടന്റെ ഒരു വിഷയം ഇപ്പൊ വന്നിട്ടുണ്ട്. രാജേട്ടൻ എന്തായാലും ആ സ്ത്രീക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ രാജേട്ടൻ ഒരു വീഡിയോ ചെയ്തതിന്റെ പക അത് തീർക്കാൻ വേണ്ടിയാണ് അവർ പലരെയും കൊണ്ട് വീഡിയോ ചെയ്യിക്കുകയും അതുപോലെ തന്നെ കൃത്രിമമായ തെളിവുകൾ നിർമ്മിച്ചതെന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പ്രശ്നത്തിന് ആധാരമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് രേണുവിന്റെ ഒരു വിഷയത്തിൽ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന വീഡിയോ ഈ രണ്ടാമത് ഉള്ളയാൾ ഈ ഷെഫീന ബീവി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കഴിഞ്ഞ ദിവസം എല്ലാം കോൺട്രവേഴ്സിയിലൊക്കെ നിറഞ്ഞു നിന്ന ആളാണ്. ഷെഫീന ബീവിക്കാണ് ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. അപ്പൊ ഇതാ ഷെഫീന ബീവി ആദ്യം എടുത്തില്ല. ഇത് ചുമ്മാ ഒരു വട്ട് കേസ് അല്ലെങ്കിൽ ഒരു മെന്റൽ കേസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പം ഞാൻ പറയുന്നത് കേട്ടായിരുന്നു. ഷെഫീന ബീവി ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ രാജ് ടോക്സിന് അയച്ചു കൊടുത്തു ഈ പറഞ്ഞ ഷെഫീന ബീവി. രാജ് ടോക്സ് എന്ത് ചെയ്തു? ഈ വീഡിയോ പബ്ലിഷ് ചെയ്തു. ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ, എന്നുവെച്ചാൽ ശരിക്കും ബിന്ദു എന്നാണോ പേരെന്നൊന്നും അറിയത്തില്ല കേട്ടോ, എന്നുവെച്ചാൽ അത് ഫേക്ക് ഐ ഡി ആണ് എന്നാണ് പറയുന്നത്. 9ഓളം ഫേക്ക് ഐ ഡി ഉണ്ടെന്നൊക്കെ പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ. ആ ബിന്ദു എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? രാജ് ഇത് പബ്ലിഷ് ചെയ്തത് കൊണ്ട് എന്നാ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാജിനെ കുറിച്ച് ഈ വേണ്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായി നിർമ്മിക്കുന്ന തെളിവുകളുണ്ടല്ലോ, അത് നിരത്തി ഒരു യൂട്യൂബർക്ക് കൊടുക്കുന്നു. ആ യൂട്യൂബർ എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ തെളിവുകളാണെന്ന് പറഞ്ഞ് ഒരു ചാറ്റ് സ്ക്രീൻഷോട്ട് കാണിക്കുന്നു. ആരെ? ഈ യൂട്യൂബറെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ യൂട്യൂബർ എന്ത് ചെയ്യുന്നു? അത് വെച്ചൊരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ ചെയ്തപ്പോഴാണ് രാജ് ടോക്ക് ശ്രദ്ധിക്കുന്നത്. എന്ന് വെച്ചാൽ രാജിന്റെ ചാറ്റ് അതിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവരെയും കണ്ട് ഈ പറയുന്ന ഒരു ആളിനെ റൂമിലേക്ക് വിളിക്കുന്നെന്നോ വേറെ പരിപാടിക്ക് വിളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള ചാറ്റാണെന്നാണ് പറയുന്നത്. അപ്പൊ രാജിന് ഇത് കേട്ടിട്ട് രാജ് ഈ പറയുന്ന യൂട്യൂബറെ വിളിക്കുന്നു. ഈ യൂട്യൂബറുടെ പേര് ശ്രീതു എന്നാണ്. അപ്പൊ ഈ ശ്രീതു എന്ന് പറഞ്ഞ യൂട്യൂബറെ രാജ് വിളിക്കുന്നു. ഇത് രാജ് പറയുന്നു, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ അത് ചെയ്തിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നു. അതിനുശേഷം രാജ് ഈ പറയുന്ന ശ്രീധുവിനെ പോയി കാണുന്നു. അപ്പൊ ശ്രീധുവിനെ കണ്ടതിന് ശേഷം ശ്രീധുവിനോട് പറയുന്നത്, എന്നാ എനിക്ക് ആ ചാറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറയുന്നു. ചാറ്റ് കാണിക്കുന്നു. അപ്പോൾ തന്നെ രാജ് പറയുന്നു, ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണ്, ഇത് AI ആണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ മുന്നിൽ വെച്ച് അവരെ ഫോൺ ചെയ് എന്ന് പറയുന്നു. അങ്ങനെ ശ്രീധുവിനെയും കൊണ്ട് രാജ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ബിന്ദു എന്ന് പറയുന്ന ലേഡിയെ ഫോൺ ചെയ്യുന്നു. അതിനു മുമ്പ് രാജ് പറഞ്ഞിരുന്നു ശ്രീധുവിനോട്, ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുക, അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ ചെയ്യിക്കുന്നത്. അപ്പോൾ തന്നെ ശ്രീധു വിളിച്ചിട്ട് ഈ പറഞ്ഞ ബിന്ദുവിനോട് പറയുന്നു, അത് രാജ് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ഇത് കറക്റ്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് എന്നാണ് പറയുന്നത്. രാജ് അറിയാതെ ഇതെങ്ങനെ കോടതിയിൽ പോകും? അങ്ങനെ ഒരു കേസ് ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് ആയിട്ടോ ഒക്കെ ഈ പറഞ്ഞ രാജിന് കിട്ടണ്ടേ? ഒന്നും വേണ്ട, സ്റ്റേഷനിൽ നിന്ന് വിളിക്കണല്ലോ. FIR ഇടാതെ എന്തായാലും കോടതിയിലോട്ട് പോകത്തില്ലല്ലോ. അപ്പം ഇതൊന്നും നടന്നിട്ടില്ല. അപ്പൊ പറയുന്നുണ്ട്, ഇല്ല, ഇത് ആർക്കും കൊടുക്കരുത്, ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോണം, അല്ലെങ്കിൽ അത് കളയണം, ഞാനാണെങ്കിൽ ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞ് അവരവിടെ മെഴുകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം രാജ് പറയുന്നുണ്ട്, എനിക്കിത് തരാൻ പറയുന്നു, അവർ കൊടുക്കുന്നില്ല. ഇതിനുശേഷം രാജ് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ തരണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ട് കേസ് കൊടുക്കാം, അപ്പൊ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് രാജ് എന്ത് ചെയ്യുന്നു? കേസ് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ രാജ് കൊണ്ട് കേസ് കൊടുക്കുന്നു. രാജ് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ശ്രീതു എന്ന് പറയുന്ന ഈ യൂട്യൂബർ അവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഇത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. ആ കമന്റ് ഇങ്ങനെയാണ്: ഞാൻ ഇനി ഇതിനെപ്പറ്റി വീഡിയോ ഇടില്ല, നിയമപരമായി പോയത് കൊണ്ട് മാത്രം. പിന്നെ എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നെ വക്കീൽ വിളിച്ചിരുന്നു, അവർ കോടതിയിൽ പോയതിന്റെ ഭാഗമായി തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ എനിക്ക് കിട്ടി. ഇനി നിയമപരമായി പോകട്ടെ, ഏത് പോലീസ് വിളിച്ചാലും ഞാൻ സഹകരിക്കും, 100% ഷുവർ. അത് രാജ് ടോക്കിന്റെ കേസ് റിലേറ്റഡ് എന്നെ വിളിച്ചാലും ഞാൻ അവിടെ വരും. ഇത് എന്റെ വാക്കാണ് ബ്രോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ, അല്ലെങ്കിൽ തെളിയിക്കട്ടെ. അങ്ങനെ തെളിഞ്ഞാൽ മാത്രം ഞാൻ വന്ന് വീഡിയോ ചെയ്ത് എന്റെ വീഡിയോ കണ്ടവരെ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ രാജ് കൊണ്ട് കേസ് കൊടുക്കാൻ പോയി, അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് ഈ ശ്രീതു പറയുന്നുണ്ട്. ഇപ്പം ഡിലീറ്റ് ചെയ്താലും നമുക്ക് ആ മൊബൈലിൽ നിന്ന് എടുക്കാനുള്ള സൗകര്യം ഈ സൈബർ സെല്ലിനുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ വിചാരിക്കും, ഞാൻ ഇതിന്റെ സിം അങ്ങ് മാറിയാൽ പോരെ, വേറെ മൊബൈലിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആര് കണ്ടുപിടിക്കാനാ?
അതുകൊണ്ട് ആരും കണ്ടുപിടിക്കത്തില്ല. അതുകൊണ്ട് വേറൊരു മൊബൈൽ സബ്മിറ്റ് ചെയ്യാതിരുന്നാലും പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോൾ സിം മാറിയാലും, നിങ്ങൾ ഏത് ഫോണിലേക്ക് ആ സിം മാറി ഇട്ടാലും, മനസ്സിലായില്ലേ, ആ സിം മാറിയിട്ടാലും സൈബർ സെല്ലിന് അവിടെ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ചുമ്മാ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ കമ്പനിക്കാർ വിളിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ ഏത് മോഡലാണെന്ന് അവർ പറയും. എയർടെല്ലുകാരായിക്കോട്ടെ, BSNL ആരും ആയിക്കോട്ടെ. പിന്നെ സൈബർ സെല്ലിന് ഇതൊന്നും ഒരു വിഷയമില്ലാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കറിയാം, സൈബർ സെല്ലിൽ നിന്നല്ല, എന്നെ ഈ കമ്പനിക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ കമ്പനിക്കാരൊക്കെ വിളിക്കുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരോട് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് ഇങ്ങോട്ട് നിങ്ങൾ ഈ മൊബൈലല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഈ മോഡലല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിം ബ്ലോക്ക് ആവുന്ന സമയത്ത്, സിം ചില സമയത്ത് വർക്ക് ആകാത്ത സമയത്ത് എന്തെങ്കിലും വോയിസിലൊക്കെ സ്ക്രാച്ച് വരുമല്ലോ, അപ്പൊ ഒക്കെ ഞാൻ വിളിച്ച് അവർ ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിക്കും, അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലോട്ട് വിളിക്കുമ്പോഴൊക്കെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത്. അപ്പം നമ്മൾ ഏത് നമ്പറിൽ നിന്ന് നമ്മൾ ആ മൊബൈൽ, ആ സിം ഏത് മൊബൈലിലേക്ക് മാറ്റിയാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മാറ്റിയ മൊബൈലിലേക്ക് വേറൊരു സിം ഇട്ടാലും കൃത്യമായിട്ട് സൈബർ സെല്ലിന് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും അത് പോലീസിൽ സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും ശ്രീധുവിനെയും വിളിക്കുമായിരിക്കാം. എന്തായാലും അത് തെളിവ് കൃത്യമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും തെളിയിക്കേണ്ട ബാധ്യത രാജ് ടോക്സിന് ഉള്ളത് കൊണ്ട് രാജുകൊണ്ട് സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞത്, ഈ ബിന്ദു എന്തിനാണ് ഇത് ചെയ്തത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചു തരാം. ചിരിക്കരുത്. നിങ്ങൾ പലരും കേട്ട് കാണും. ഞാൻ പറഞ്ഞ ഈ ലോങ് ആയി പോകും ഈ വീഡിയോ ചിലപ്പോൾ, പക്ഷെ നിങ്ങൾ ഇത് മൊത്തം കേൾക്കണം, നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. അപ്പൊ ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ, ഇതിനകത്ത് ക്ലൈമാക്സ് ഉണ്ട് കേട്ടോ, ഇതിന്റെ ക്ലൈമാക്സ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. ചാറ്റ് ചെയ്യുമ്പോൾ ഈ ബിന്ദു എന്ന് പറയുന്ന ആൾക്ക് അറിയില്ല ഇതാണാണോ പെണ്ണാണോ എന്നുള്ളത്. അത് ആ വോയിസിൽ അവർ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എടാന്ന് വിളിക്കുന്നുണ്ട്, ഇടയ്ക്ക് എടീന്ന് വിളിക്കുന്നുണ്ട്, നീ ആണാന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു, ഇടയ്ക്ക് ശിഖണ്ഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം ഇത് പബ്ലിഷ് ചെയ്തല്ലോ. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് രാജ് ആണെന്ന് അവരങ്ങ് ധരിച്ചു. അപ്പം രാജാണെന്ന് അവരെ ഉറപ്പിച്ചു ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ. പക്ഷേ ഈ വീഡിയോ എങ്ങനെയാണ് പുറത്തു വന്നത്? ഈ രണ്ടാമതുള്ളയാൾ ഷെഫീന ബീവിക്ക് അയച്ചു കൊടുത്തത്. ഷെഫീന ബീവിയാണ് ഈ രാജ് ടോക്സിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഷെഫീന തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആ വോയിസ് കേൾക്കുക ആദ്യം. ഇത് കേൾക്കാത്തവർ കേട്ട് ചിരിക്കരുത് കേട്ടോ. ഇത് എത്ര വട്ടം കേട്ടാലും നമുക്ക് ചിരി വരും. എന്തായാലും നിങ്ങൾ അത് കേൾക്കുക. അപ്പം ഈ ആളാണ് രാജ് ടോക്സ് എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തത്. ഈ പറയുന്ന ശ്രീധുവിന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തത് രാജ് ടോക്സ് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ള രീതിയിൽ. ഒരിക്കലും രാജിന്റെ അല്ല എന്ന് രാജ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. എനിക്ക് രാജേട്ടനെ വിശ്വാസമാണ്. ഞാൻ രാജേട്ടനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. രേണു നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? ഇല്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വന്ന് ആരെങ്കിലും ഉപദ്രവിക്കുകയോ നിങ്ങളെ അടിക്കുകയോ ചെയ്തു. പക്ഷെ അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ശാപം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ശപിച്ചു കഴിഞ്ഞാൽ അത് ഏക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് അവർ കൃത്യം കൊണ്ടിരിക്കും. അതിപ്പോ ഇന്നലെ എങ്ങാണ്ട് ഒരു വീഡിയോയിൽ എങ്ങാണ്ട് അവർ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സ്റ്റാർട്ടിങ് എന്തോന്നറിയാമോ? രേണുവിന്റെ വിഷയമാണ്. രേണു സുധിയോട് എന്തോ താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു ഇത്. ഇപ്പം രേണു സുധി അസുഖമായിട്ടൊക്കെ ഇരിക്കുവാണല്ലോ. അപ്പം ഒരുപാട് പേര് കണ്ടന്റുകളൊക്കെ രേണു സുധിയുടെ കുറച്ച് വിഷയങ്ങൾ എടുത്തൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യത്തില് ഈ രേണുവിന്റെ കണ്ടന്റ് ഞാൻ എടുക്കാതിരുന്നതാ. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ അസുഖമാണെന്ന് പറയുന്നു അതുകൊണ്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ. ഈ രേണുവിന്റെ കേസ് കേട്ടൊക്കെ ഞാൻ ഒരുപാട് കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വന്നത്. പിന്നെ ഇത് ഇപ്പം അസുഖമാണെന്ന് കേട്ടപ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ പുറകിൽ പോകണ്ട എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പോയിരുന്നത്. രേണുവിനെ ഓപ്പോസിറ്റ് നമുക്ക് നിന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുവരെ നമ്മൾ ആ ടോപ്പിക് എടുത്തിട്ടില്ല. അതിനുശേഷം ഈ പറയുന്ന രേണുവിനെ കുറ്റം പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെന്തായാലും അധികം ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അത് അവർക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. ക്യാൻസർ വന്നവരാരും അധികകാലം 100 വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇപ്പം നിങ്ങൾ ആണായാലും പെണ്ണായാലും അതിനായിട്ട് ഈ സ്ത്രീ മരിക്കണമെന്ന് ആഗ്രഹിക്കും. ഒന്നുകിൽ നാളെ നിങ്ങൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ, പെണ്ണാണെങ്കിൽ ഒരു യൂട്രസ് ക്യാൻസറോ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ വരാം. ഇല്ലെങ്കിൽ ആണാണെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം. ഇല്ലെങ്കിൽ ഒരു കോളോൺ ക്യാൻസർ വന്നാലും മതി. എന്തായാലും വന്നിരിക്കുമെന്നുള്ള ആരും ഉറപ്പ്. ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും തീർച്ചയായിട്ടും ക്യാൻസർ വന്ന രോഗികളൊക്കെ പെട്ടെന്ന് മരിക്കുമെന്നാണ് ഈ ചേച്ചിയുടെ കണ്ടുപിടുത്തം. പണ്ടൊക്കെ ആയിരുന്നു ഈ പെട്ടെന്നുള്ള മരണമൊക്കെ, അതൊക്കെ മരുന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമുള്ള സമയങ്ങളിൽ. ഇപ്പൊ അങ്ങനൊന്നുമല്ല. മാക്സിമം ഡോക്ടർമാർ ഒരു രോഗിയെ രക്ഷപ്പെടുത്താനുള്ള ഏകദേശ മരുന്നുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ആ ബോഡി എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ആ ബോഡിയിൽ ആ മരുന്ന് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന പോലെ ഇരിക്കും ഈ പറയുന്ന രോഗമുക്തിയാകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ള കുറച്ച് പേർക്ക് ഇങ്ങനെ ക്യാൻസർ വന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. ക്യാൻസർ തന്നെ പല സൈസിലുണ്ട് എൻ്റെ ചേച്ചി. അപ്പം ആ ക്യാൻസറിന് പല വിധത്തിലുള്ള മരുന്നുകളും ഉണ്ട്. അത് ഡോക്ടർമാർ മാക്സിമം കൊടുക്കും. ചില മരുന്നുകൾ ചില രോഗികൾക്ക് അവരുടെ ശരീരത്തിലേക്ക് പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ട് എഫക്ട് ചെയ്യത്തില്ല. അവ എഫക്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് ക്യാൻസർ വന്ന രോഗികൾ എല്ലാവരും പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകും എന്നൊന്നും ഇല്ല.
അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനത്തെ കർമ്മമാണോ ചെയ്യുന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം നിങ്ങൾ സംസാരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ ആ ഒരു ശാപം ഉണ്ടല്ലോ, 2 ദിവസം ഇന്നലെയും കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവരെ ഈ രീതിയിൽ ഓൺലൈനിൽ അവരെ മാനസികമായി വിഷമിപ്പിച്ച എല്ലാവർക്കും അവരുടെ ശാപം ഉണ്ടാവും എന്നുള്ള കാര്യം. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏക്കേണ്ടത് അതൊക്കെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാപം ഏക്കാതെ ഒന്നും ഇരിക്കൂല. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ശപിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 7 തലമുറകളെ 1, 2 അല്ല 7 തലമുറകളെ ആയിരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽപ്പെടുന്ന ആളാണെങ്കിലും ഓർത്തിരുന്നു, നിങ്ങൾ എണ്ണിയിരുന്നു. ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ഞാൻ ആര് ശപിക്കുക? ഞാനൊന്നുമല്ല, ആ സ്ത്രീയുടെ ശാപമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. പറയുന്നത് രേണുസുതി ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, അസുഖം വരുന്ന ആരെങ്കിലും ആ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണം മുഖാമുഖം കാണുന്ന സമയത്ത് പ്രാഗിയ അത് കേൾക്കുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകാം. തീർച്ചയായിട്ടും അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്നവരെ അവർ പ്രാഗിയാലൊക്കെ ചിലപ്പം ഫലിച്ചേക്കാം. പക്ഷേ നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്യുന്ന കാര്യം കൂടി കറക്റ്റ് ആയിരിക്കണം. ഒരു പ്രാക്ക് നമ്മൾ ഒരാളെ പ്രാകുമ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ക്ലിയർ ആയിരിക്കണം. ആ ക്ലിയർ ആണെങ്കിലല്ലേ അത് ആ പ്രാക്ക് ഫലിക്കൂ. അപ്പൊ അവനവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവനവന് കിട്ടും. അത് എപ്പോഴാണെങ്കിലും കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രാക്ക് ഏക്കത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പ്രാക്കൊക്കെ ഏക്കും, അതൊന്നും ഏക്കത്തില്ല എന്നൊന്നുമില്ല. പക്ഷെ മനസ്സുരുകി പ്രാകിയാൽ അത് ഏക്കും. പക്ഷെ നമ്മുടെ ഭാഗത്തൂടെ ക്ലിയർ ഉണ്ടായിരിക്കണം ആ പ്രാകുമ്പോൾ. അല്ലാതെ ചുമ്മാ കിടന്ന് ഒരാളെ തലതല്ലി പ്രാകിയാലൊന്നും ഏക്കത്തില്ല എന്റെ ചേച്ചിയെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ രേണുസുതിയുടെ വീഡിയോ ചെയ്യുന്നത് രേണുസുതി തന്നെ കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ടാ. ഇപ്പൊ രേണുസുതി ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോഴത്തേക്ക് രേണുസുതിയുടെ കൂടെ നിൽക്കുന്നവർ കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർ വീഡിയോ ചെയ്യുന്നത്. ഇത് രേണുസുതി അറിയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. രേണുസുതിയെ വെച്ച് കാശ് ഉണ്ടാക്കുന്ന ഇപ്പൊ കുറെ പേര് രേണുസുതിയുടെ കൂടെയാണ് നടക്കുന്നത്. രേണുസുതിയുടെ കൂടെ നടക്കുന്നവരാണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ യൂട്യൂബ് ചാനലും അങ്ങനെയുള്ള ഫേസ്ബുക്ക് പേജും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന ഈ രേണുസുതി ഉപയോഗിക്കുന്നത്. കൂടുതൽ പേരും ഇപ്പൊ യൂട്യൂബിലൊന്നും അങ്ങനെ ഈ രേണുസുതിയുടെ കണ്ടന്റ് പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുമ്പൊക്കെ അവരുടെ മെഡിസിന്റെ വിഷയങ്ങൾ അതും ഇതൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് കുറച്ച് പേരെടുത്ത് വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടായി. അതിനകത്ത് രേണുസുതിയും അതിനകത്ത് കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, രേണുസുതിയും അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു, രേണുസുതിയുടെ ചേച്ചി മറുപടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു കോൺട്രവേഴ്സിയിൽ പോയതാണ്. പക്ഷെ ആ കോൺട്രവേഴ്സി ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെയും കോൺട്രവേഴ്സി ആയിട്ട് കൊണ്ടുവരുന്നത് ഈ രേണുസുതിയുടെ കൂടെ നടക്കുന്നവരാണ്. അപ്പൊ ഇതിന് ശേഷം ഈ വോയിസിന് ശേഷം കുറച്ച് കാര്യങ്ങൾ താഴോട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇവരുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ ടൈപ്പ് ചെയ്ത് താഴോട്ട് ഇടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം അത് വായിച്ചു നോക്കുക. അതിനകത്ത് പ്രത്യേകം അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാനസിക രോഗമാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് വായിക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് വെച്ചേക്കാം, നിങ്ങളത് വായിക്കുക. അതിനുശേഷമുള്ള വോയിസ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. എന്റെ അപ്പച്ച പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പൊ പറയുന്നത് എന്റെ അപ്പച്ച എന്നാണ്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ആരാന്ന് ഈ ബിന്ദു എന്ന് പറയുന്ന, ഈ ബിന്ദു എന്നാണ് ഇതിനകത്ത് പറയുന്നത്, ബിന്ദു ഹരേ കൃഷ്ണ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ ബിന്ദു എന്ന് പറയുന്ന ആൾക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. പ്രത്യേകം നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇതിനകത്ത് അപ്പച്ച എന്നാണ് വിളിക്കുന്നത്. ഇത് എന്റെ ഈ ഒരു അക്കൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇതുപോലത്തെ 8 അക്കൗണ്ടുകളുണ്ട്. ഞാനും തിരിച്ച് കൊടുക്കുന്നത് തന്നെ ഉണ്ട്. 8 അക്കൗണ്ടുകളിൽ നിന്നാണ് അടിക്കുന്നത്. അത് മാത്രമല്ല 8 അക്കൗണ്ട് മാത്രമേ ഇനിയും ക്രിയേറ്റ് ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് 8 അക്കൗണ്ടുകളിൽ, ഇൻസ്റ്റയിൽ തന്നെ എനിക്കൊരു 12 അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ തൽക്കാലം 8 ഉള്ളൂ. അത് കുറച്ചും കൂടെ ഒരു വിപുലീകരിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാര്യം നിന്നെപ്പോലെയുള്ള ചാവാളി താവളിപ്പട്ടികളെ ഇതുപോലെ തെറി കൊടുക്കണ്ടേ. എനിക്ക് തെറി ഞാൻ അവിടെയാണ് കൊടുക്കണം. ഞാൻ ഇപ്പം നീ പറഞ്ഞില്ലേ പിച്ചപാത്രത്തിൽ കൊടുക്കണം, അത് തന്നെയാണ് ഞാനും ചെയ്യണത്. പക്ഷെ ഞാൻ ജെനുവിൻ അക്കൗണ്ടിലാണ് രേണുസുതിയിലേക്ക് എഴുതുന്നത്. പക്ഷെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് എഴുതാറുണ്ട്. അത് അവിടെ തെറി വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. പിന്നെ പൊന്നുമോ സ്നൂക്കംബർഗ് ജീവിക്കുന്നത് തന്നെ ഇവരെ പോലെ ഉള്ളവരെ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ 8 ഫേസ്ബുക്കിൽ 6 7 എനിക്ക് 9 ഒക്കെ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനും ഇതുപോലൊക്കെ തന്നെയാണ്, ഫേക്ക് അക്കൗണ്ടിൽ കൂടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പച്ചൻ പറയണ പോലെ അവര് ചെയ്തത് തെറ്റാണോ ശരിയാണോ? അത് തെറ്റ് തന്നെയാണ്. അത് ആര് പറഞ്ഞാലും ഇതുപോലെ പല അവന്മാരും എന്നോട് ചോദിച്ച കാര്യമാണ്, അവൾ ചെയ്തത് ശരിയാണോ? ഞാൻ 101% തെറ്റാണ്. പക്ഷേ ഇപ്പം മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയോട് സഹതാപം, നിനക്ക് പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യാനാ? വന്നോളും. ഞാൻ പറഞ്ഞല്ലോ ഉണ്ടക്കണ്ണേ, വന്നോളും. ആണും പെണ്ണും കെട്ടവരാണ് ഈ വക പരിപാടിക്ക് ഇറങ്ങുന്നേ, ഈ ഫേക്ക് അക്കൗണ്ട് എന്നുള്ള പരിപാടി. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് ഇവിടെ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാന്ന് ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന ആള് ഈ വോയിസിൽ പറയുന്നുണ്ട്. ദൈവവിശ്വാസം. ഓക്കെ, അതൊക്കെ കുഴപ്പമില്ല. ഞാനും അത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചേരും.
അതുകൊണ്ട് എഴുതി ബുദ്ധിമുട്ടണമെന്നില്ല. പെണ്ണല്ല ആണാണെന്ന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് പെണ്ണുങ്ങളല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ആണാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ മെഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. പെണ്ണുങ്ങളല്ല ഈ അക്കൗണ്ടിൽ ചാറ്റ് ചെയ്യുന്നത്, ആണാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ബാക്കി ഡയലോഗ്. പിന്നെ എൻ്റെ പ്രാർത്ഥന നടക്കുമോ ഇല്ലെന്ന് നീ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്കറിയാം. എൻ്റെ പ്രാർത്ഥനയും പൂജയും കർമ്മവും നടക്കും. ഞാൻ ചാത്തൻ സേവയും ചെയ്യുന്ന വ്യക്തിയാണ്. ചാത്തൻ സേവ ചെയ്യാറുണ്ട് സാത്വികമൂർത്തിയായിട്ട്. നേരത്തെ പറഞ്ഞ് ദൈവത്തിനെ പറ്റി, ഇപ്പൊ പറയുന്നത് ചാത്തൻ സേവ നടത്തുന്ന വ്യക്തിയാണ് ഞാനെന്ന്. ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ ചാത്തൻ സേവ നടത്തുമോ? എനിക്കറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എനിക്ക് അറിഞ്ഞിടത്തോളം ദൈവത്തെ വിളിക്കുന്നവർ ഒരിക്കലും ചാത്തൻ സേവ നടത്തത്തില്ല, അല്ലേ? അവർക്ക് ദൈവമാണ് എല്ലാം. പക്ഷെ ആ ചാത്തൻ സേവ ആദ്യം പറഞ്ഞു ദൈവം ശിക്ഷിക്കുമെന്ന്, പിന്നെ പറഞ്ഞ് ചാത്തൻ സേവ. അപ്പൊ ഇത് മാനസികമായ എന്തോ ഒരു രോഗം ഉണ്ട് എന്നുള്ളത് നേരത്തെ നിങ്ങൾ കമന്റ് വായിച്ചു കാണും, അതിൽ പറയുന്നുണ്ട്. അപ്പൊ ചെറിയ രോഗം എന്തെങ്കിലും കാണുമായിരിക്കാം. തന്നെയാണ് ചാത്തനെ ആരാധിക്കുന്നത്. ഇങ്ങനെ കേൾക്കൂല എന്നും പറയണ്ട, ഏക്കൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഏൽപ്പിക്കാൻ എനിക്കറിയാം. വെല്ലുവിളിയാണ്. നല്ല രീതിയിൽ ചാത്തൻ സേവയൊക്കെ ചെയ്ത് നിന്നെയൊക്കെ പണി തരാൻ എന്നെ കൊണ്ട് കഴിയും എന്നാണ് ഈ പറയുന്നത്. ഈ ചാത്തൻ സേവയുണ്ടോ മറ്റേതുണ്ടോ മറിച്ചുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ മറിച്ചവനെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാത്തൻ സേവയോ ഒരു കൂടോത്രോ ഒന്നും നമുക്ക് ഏക്കത്തില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ല, ഏക്കത്തില്ല. ദൈവത്തെ കൃത്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ചേച്ചിക്ക് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തൻ സേവയും അതുപോലെ തന്നെ ഞാൻ നിന്നെ അത് ചെയ്തു കളയും, നിന്നെ എനിക്കറിയാം എന്നുള്ള രീതിയിലൊക്കെ ഇന്നത്തെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കണം. അതുകൊണ്ട് ഇത് രവിതയല്ല, രവി ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ എഴുതിയെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് ശബ്ദം കേൾക്കാനായിട്ട് കുതിച്ചിരുന്നു കേട്ടോ. ഇത്രയും ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട്, ജെന്യുവിൻ അക്കൗണ്ട് ആണാണെങ്കിൽ ജെന്യുവിൻ അക്കൗണ്ടിൽ നിന്ന് എന്നോട് സംസാരിക്കും. എനിക്കും ഇതുപോലെ 7 അക്കൗണ്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു 10-16 അക്കൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിന് വേണ്ടി തന്നെയായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് മറുപടി കൊടുക്കാൻ. സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ ചെയ്യുമോ? നിങ്ങളൊരു വലിയ ബിസിനസ്സുകാരിയല്ലേ? ഞാൻ ബിസിനസ്സുകാരിയാണ്, അതേസമയത്ത് ഗുണ്ടയാവേണ്ടടുത്ത് ഗുണ്ടയാവാനും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മെഴുകാൻ നിൽക്കണ്ട. നിനക്ക് കിട്ടാനുള്ളത് വഴിക്ക് കിട്ടിക്കോളും. പിന്നെ ചാത്തൻ സേവ നടത്തുന്ന എന്നോടൊക്കെയുള്ള കളി കളിച്ച് കഴിഞ്ഞാൽ ഊക്കിന് കൊടുക്കാൻ നമുക്കറിയാം. വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വരുത്തും മഹാരോഗങ്ങൾ. ആ പരിപാടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ വരട്ടാൻ നോക്കണം. എന്നെ നിനക്ക് അറിയില്ല. ചാത്തൻ സേവ മാത്രമല്ല ഗുണ്ടായുസവും ഒക്കെ ഉണ്ട്. നിനക്കൊന്നും എന്നെ കുറിച്ച് അറിയത്തില്ല, നീ ഒന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ. അതുപോലെ നിനക്കൊന്നും ഇതൊന്നും ഏക്കത്തില്ല എന്ന് നീ ഒന്നും പറയണ്ട. ഇതിനൊക്കെ ശരിക്കുള്ള ഏൽപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ പൂജ ചെയ്ത് കളയും എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിന് താഴെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നൊരു എഴുതിയും വിടുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ട്. നിനക്കുള്ള ആപ്പ് ഞാൻ ഇന്ന് സന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോൾ ചാത്തിന് വെക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് കാണാം, ഇല്ലയോ എന്ന് കാണാം. എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നൊന്ന് കാണട്ടെ ഞാൻ. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. വിളക്ക് വെക്കുമ്പോൾ നിനക്കുള്ള ആപ്പ് ഞാൻ പണിയാം കേട്ടോ. മരണം അടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് ചാടാൻ നോക്കി. എൻ്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. ചാത്തൻ സേവ ചെയ്യുന്ന ആളിൻ്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. നിൻ്റെ വീട്ടിലിനി നടക്കാൻ പോണോ എന്തെന്ന് നീ കാണ് കേട്ടോ. നീ എഴുതിയിവിടെ എല്ലായിടത്തും. നീ എൻ്റെ വോയിസ് റെക്കോർഡിങ്സ് എല്ലായിടത്തും അയക്കും. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പണി എന്താണെന്ന്. ചാത്തൻ സേവ. നിന്നെപ്പോലെ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഹിജടേ, നിൻ്റെ വീട്ടിൽ നടക്കാൻ പോണ മരണം എനിക്ക് ഇപ്പോഴേ കാണാം. നിൻ്റെ കുടുംബം തീർന്ന്. ഇന്ന് ഞാൻ വെക്കുന്നുണ്ട് പൂജ. നിനക്കുള്ളത് പണി. നീ രവിതാ മനോജാണോ കുവിതാ മനോജാണോ രവിയാണോ ഊക്കിന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഊക്കിന് കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ കേട്ടാ. ചാത്തൻ ബാക്കി പണി തന്നോളും. നിന്നെപ്പോലെയുള്ളവന്മാരെയൊക്കെ അടക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം കേട്ടോ. അധികം കിടന്ന് മെഴുകല്ല. നിനക്ക് വരുന്നത് ക്യാൻസർ അല്ല, കൈയും കാലും എല്ലാം മുറിഞ്ഞ് ഒരു പുഴു എഴയണ പോലെ അഴുകി പുഴുത്ത് വീട്ടിൽ കിടക്കുന്ന വീട്ടുകാരുടെ എല്ലാവരുടെയും കുത്തുവാക്കും കേട്ട് ഇപ്പം രേണുവിനെ പറയുന്നില്ലേ, അത് നീ അനുഭവിക്കും. കൈയും കാലും നഷ്ടപ്പെട്ട് പുഴു നൊച്ചണ പോലെ പുഴു ശരീരത്തുനിന്ന് ഛർദ്ദിച്ച് വരും. നീ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സുരേഷ് ഗോപിയുടെ ആളാ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, സുരേഷ് ഗോപി പടങ്ങൾ ഒരുപാട് കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
എന്തായാലും കൊള്ളാം, ഡയലോഗൊക്കെ അടിപൊളിയാ കേട്ടോ. ഒരുമാതിരിപ്പെട്ടവരെ ഈ ഡയലോഗ് കേട്ടാൽ പേടിച്ചു പോവും. ഇതിലൊക്കെ വിശ്വാസമുള്ളവര്, കൂടുതൽ വിശ്വാസമുള്ളവര്. അതുപോലെ ആ ചിരിയൊക്കെ കേട്ടാണ്ടല്ലോ, രാത്രിയൊക്കെ ഇരുന്ന് ഈ ചിരിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ തീർന്ന്. എന്നെ നിനക്ക് തികച്ചറിയത്തില്ല. ഏറ്റി തരാം ഞാൻ, കണക്കിന് ആണി വെച്ച് തന്നെ അടിച്ചു തരാം. അതായത് നമ്മളൊക്കെ ചെയ്യണ പണി വരും, അതൊക്കെയാണ്. കാണിച്ചു തരാം കേട്ടാ. ആണും പെണ്ണും കേട്ട ഹിജടെ സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു. ഞാൻ ചിരിച്ചതാണ് കൊലച്ചിരി. നിന്റെ മരണം അടുത്തെന്നുള്ളതിൻ്റെ ചിരി. ഞാൻ ഈ കൊലച്ചിരി ചിരിച്ച് പലരെയും നോക്കി ഞാൻ ചിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ മരണവും നടന്നിട്ടുണ്ട്. മരണ ദേവതയെന്ന് എനിക്ക് വേറൊരു പേരുണ്ട്. നിനക്ക് മരണം എടുക്കുമ്പോൾ എൻ്റെ ഈ ചിരി നിനക്ക് കേൾക്കാം. ഇന്ന് വൈകുന്നേരത്തെ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ മോനെ, കേട്ടോ. നിനക്ക് ഞാൻ പല രീതിയിൽ നീ പേര് നിന്റെ നാളൊന്നും പറയണ്ട. ഓക്കിനെ കൊള്ളിക്കണ മന്ത്രങ്ങളുണ്ട്, കേട്ടോ. അയ്യോ, വീട്ടിലെ കൊച്ചു കുഞ്ഞടക്കം ചാവാൻ പോണേ. കയ്യും കാലും അറ്റിപ്പോയത് പുഴുന്ന് വെച്ചുന്ന രംഗം ഞാനിങ്ങനെ ഓർത്തു പോവേണ്. അതെ, ഞാൻ കണ്ടില്ലെങ്കിലും ദൈവം കണ്ടോളും. ഞാൻ ചെയ്യണ നിന്റെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം, കേട്ടോ. പുഴുന്നൊച്ചും നിന്റെ ദേഹം, കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ ചാത്തന് ശക്തി ഇല്ലടാ പാട്ടി. ഓ, ചാത്തനെ കേട്ട് വലിയ ആളുണ്ടോ? നീ നിന്റെ വഴി, നിന്റെ വഴിയിൽ എന്നെ തകർക്കാൻ നോക്ക്. സത്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും ഒന്ന് കാണട്ടെ, നിന്റെ ശക്തിയും എൻ്റെ ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടണമെന്ന് കാണട്ടെ. ആര് ജയിക്കുമെന്ന് കാണണം. എന്തായാലും പൊന്നുമോന് കിട്ടേണ്ടത് കിട്ടും. ഇന്ന് വൈകുന്നേരത്തെ പൂജയോടെ ഞാൻ നിന്റെ കാര്യം തീർത്തു തരാം. നീ നിന്റെ ദൈവത്തിനോട് എനിക്കുള്ള പണി നീ ചെയ്യും. എൻ്റെ ജാതകവും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻ്റർനെറ്റിൽ എവിടെ നിന്നാണെങ്കിലും കിട്ടും. കാര്യം ഞാൻ അത്ര ഫേമസാണ്. ബിന്ദു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, കേട്ടോ. പൊന്നുമോനെ അധികം കിടന്ന് മെഴുകല്ലേ. ഇത് സത്യമായിട്ട് ഇത് മാനസിക രോഗമാണ് കേട്ടോ. ശരിക്കും നല്ല മാനസിക രോഗമാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ ആ ചിരിയൊക്കെ കേട്ടില്ലയോ? അതുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്? പിച്ചുമ്പയൊക്കെ കുടുംബത്തോടെ നശിച്ചു പോകും, കുട്ടികൾക്ക് ഇങ്ങനെ ആവും, ഇതിനെപ്പറ്റി നിനക്ക് അറിയത്തില്ല, ഞാനൊന്ന് വിളക്ക് വെക്കുമ്പോൾ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് സത്യത്തിൽ മാനസിക രോഗം തന്നെയാ, അല്ലാതെ ഇത് ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച ആളോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലിപ്പിക്കുന്ന ആളോ ഒന്നും അല്ല. പക്ഷെ ഈ ചിരിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയൊക്കെ ഈ വീഡിയോ കാണുന്നവര് രാത്രിയൊക്കെ ഇത് നമ്മൾ ചിലപ്പോൾ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അടുത്ത് കിടക്കുന്നവരൊക്കെ ചിലപ്പോൾ പേടിച്ച് ഓടിക്കളയും. അങ്ങനെ വല്ല അറ്റാക്ക് വന്നാലേ ഉള്ളൂ. നമുക്ക് മനസ്സിലായി നീ ആരാണെന്നുള്ളത്, ഓക്കെ ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് പറ്റുമെങ്കിൽ ആ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഒന്ന് തീർക്കാമോ? ആ യുദ്ധം ഒന്ന് തീർന്നെങ്കിൽ ഗ്യാസ് വില ഒന്ന് കുറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാല് ഇതാണ് ആ വോയിസ്. ഈ വോയിസ് ആണ് രാജ് എടുത്തിട്ടിട്ട് ഈ ബിന്ദു എന്ന് പറയുന്ന ആളിനെ ശരിക്കും എടുത്തിട്ട് അലക്കി. ഈ അലക്കിയത് ഇഷ്ടപ്പെടാതിരുന്നതിന് രാജിനെതിരെ ഇവരുണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരുന്നു ഈ പറയുന്ന വോയിസ് കൊടുത്തതും എടുത്തതും. രാജ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, എനിക്ക് മെസ്സേജ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് രാജിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് 100% ഉറപ്പായ കാര്യമാണ്. അപ്പം ഇവരെ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ചാറ്റൊക്കെ അങ്ങ് ഉണ്ടാക്കി. AI വെച്ച് ഇപ്പൊ നമുക്ക് എന്തും ചെയ്യാമല്ലോ. പക്ഷെ ഈ AI വെച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു വെബ്സൈറ്റിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളും ഇപ്പൊ ഉണ്ട്. AI ഏതാണ്, AI അല്ലാത്ത ഏതാണെന്നൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ സൈബർ പോലീസ് നോക്കിക്കോ. രാജ് എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ, ഈ വ്യക്തിയെ ചാറ്റ് ചെയ്ത വ്യക്തി ഈ രാജാണെന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഈ രാജിനെ ഫോൺ ചെയ്തിരുന്നു. അതൊരു സ്ത്രീയാണ്. എന്തായാലും ആ സ്ത്രീ കുറച്ച് കാര്യങ്ങൾ രാജിനോട് പറയുന്നുണ്ട്. അപ്പൊ രാജ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ രാജിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രേണുസുതിയാണ് ഇവിടെ വിഷയം. രേണുസുതിയെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ടല്ലോ. ഇവരെല്ലാരും കൂടെ എന്ത് ചെയ്യും? ഇവർ രേണുസുതിക്ക് അനുകൂലമായിട്ട് ഇവർ സംസാരിച്ചാൽ ഇവരെ നമ്പർ എടുക്കും, അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യും. ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, അവർ തമ്മിൽ കൂട്ടായി, എന്നിട്ട് അവർ തെളിവുകൾ ഇങ്ങോട്ട് കൈമാറുന്നു, അവർ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ ഉണ്ടാകാം. അങ്ങനെ ആയിരിക്കുമല്ലോ ഈ പറയുന്ന ശ്രീധുവിന്റെ കയ്യിൽ ഈ തെളിവ് എത്തിയത്. ഞാൻ ശ്രീധുവിനെ കുറ്റം പറയത്തില്ല. കാരണം ഇങ്ങനെ ഒരു കണ്ടന്റ് ഒക്കെ വരുമ്പോൾ ആരാണെങ്കിലും വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. തെളിവുണ്ടെങ്കിൽ എന്നൊക്കെ പറയും. ചിലർക്ക് അവർ കൊടുക്കാതിരിക്കും, അതൊക്കെ അവരുടെ ഇഷ്ടം. ഈ ഓപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾ കേട്ട വോയിസിൽ ഓപ്പോസിറ്റ് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആളൊരു ലേഡിയാണ്. ആ ലേഡി കഴിഞ്ഞ ദിവസം രാജ് ടോക്സിനോട് സംസാരിച്ചതാണ്. കേൾക്കുക. കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം
അപ്പൊ ഞാൻ വെറുതെ ഇവരെ ഒന്ന് ഇത് ചാത്തൻ സേവയ്ക്ക് എത്ര ഇവര് ഇത്ര ഇത് പബ്ലിക് ആയി, ഇത് ഇനിയെങ്കിലും ഇതൊന്നും നിർത്തട്ടെ, ഇങ്ങനെ വിളിക്കുന്നത് ഒരു സ്ത്രീയല്ലേ ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നത് നിർത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് പബ്ലിക് ആയിട്ടുണ്ട് എന്ന് അറിയാനും പിന്നെ എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറയാനും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ അതായത് ഇൻസ്റ്റാഗ്രാമില് ഇവരുടെ ആ പേജിൽ നിന്ന് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇവർക്ക് മെസ്സേജ് അയച്ചു, ഹായ് ചേച്ചി ചാത്തൻ സേവയ്ക്ക് എത്രയാണ് റേറ്റ് ചോദിച്ചു, കളിയാക്കി ഒരു മെസ്സേജ് അയച്ചു. ഇവർ അന്നേരം എന്നെ നേരെ വാട്സാപ്പിൽ കോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എടുത്തില്ല. ഞാൻ ഇവർ തമ്മിൽ ഈ നിമിഷം വരെ നേരിട്ട് സംസാരിച്ചിട്ട് അല്ല. പിന്നെ അപ്പോഴേ ഈ അവര് ഈ നമ്പറിലല്ലേ സ്കൈപ്പിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത്. അതെ അതെന്താന്ന് എനിക്കറിയില്ല, അവരെന്താ ഈ സ്കൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ നമ്പറിൽ നിന്ന് താങ്കൾ അവരെ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ഈ നമ്പർ അവർക്ക് കിട്ടിയേ? അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ നമ്മൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഡയറക്റ്റ് വാട്സാപ്പിലോട്ടാണ് പോകുന്നത്, അവരുടെ വാട്സാപ്പിലോട്ടാണ് പോകുന്നത്. അതായത് വാട്സാപ്പ് എൻക്വയറി ആയിട്ടാണ് അവരുടെ ആ ഒരു കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സോ അങ്ങനെ എങ്ങാണ് അവരുടെ ഇതിന്റെ പേര്, ബിസിനസിന്റെ. അതായത് അവർക്ക് നമ്മൾ ഈ ഇതുവഴി ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലോട്ടാണ് അത് പോകുന്നത് അല്ലേ? ഓക്കെ. കാരണം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന വാട്സാപ്പ് ത്രൂ ആണ് അവര്. മനസ്സിലായി. അപ്പൊ അല്ലാതെ എനിക്ക് അവരുടെ ഞാൻ ഷബീന ബീബിയുടെ ഇതിന്ന് എനിക്ക് നമ്പറായി അറിയത്തില്ല. ഞാൻ ഷബീന ബീബിക്ക് ഈ ഇത് കൊടുക്കുമ്പോ എന്താ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുമ്പോ എനിക്ക് ഇവരാരാന്നോ ഇവരുടെ നമ്പറോ ഫോട്ടോയോ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഷബീന ബീബിയുടെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ പറ്റി സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ നോക്കുന്നത്, ഈ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട്. എന്നിട്ട് ഞാനിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പബ്ലിക് ആണ്, അതൊരു ബിസിനസ് അക്കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇൻക്വയറി ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇവരുടെ ബിസിനസ് വാട്സാപ്പിലോട്ടും കൊണ്ടാണ് അത് പോകുന്നത്. അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഇതെന്റെ ബിസിനസ് വാട്സാപ്പ് നമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞു, ഇവരുടെ വിചാരം ഞാനൊരാണാണെന്നാണ്. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കോൾ എടുക്കടി, കോൾ എടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ശാപം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്റെ ധൈര്യം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഇത് ലീഗലായിട്ട് പോണെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകും. എനിവേ യു ആർ എക്സ്പോസ്ഡ്, ഐ ഗോട്ട് യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് ഈ മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ എന്റെ പരിപാടിക്ക് പോകും. കാരണം ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇങ്ങനെയാണ് ഇവരുടെ ഈ മനസ്സിൽ ചെറിയ ലൂസാ, ചെറിയ മെന്റലാ അത്. അത് ഇങ്ങോട്ട് വീണ്ടും ഈ ഇത് കൂടെ തന്നെ ഈ ചാത്തൻ സേവയുടെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വെറുതെ ഞാൻ എന്തിനാ ഇത് കേൾക്കുന്നു, ഇവരോട് മര്യാദക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനോർത്ത് ഇവര് അറ്റ്ലീസ്റ്റ് ഇവരുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവനെ ചെയ്യുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഓരോരുത്തർ വോയിസ് മെസ്സേജ്. ഇന്നലെയാണ് ഞാൻ ചുമ്മാ നോക്കി വന്നു കഴിഞ്ഞപ്പോ ഈ ബിന്ദു എന്നുള്ള പേര് കണ്ടിട്ടാണ് മിനിഞ്ഞാന്ന് ചേട്ടന്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചേട്ടനെ വെറുതെ ഇതിനകത്ത് അക്യൂസ് ചെയ്തിട്ടേക്കുവാണ്. ആസ് ഓഫ് നൗ എനിക്കറിയാം, ഞാനിവരെ കോണ്ടാക്ട് ചെയ്തു, ഈ ഒരു കാര്യം ചാത്തൻ സേവയുടെ റേറ്റ് എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇത്ര സംഭവങ്ങൾ നടന്നു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ, അതായത് യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ചേട്ടൻ കണ്ടതാണോ അത്, ഞാൻ കുറച്ച് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇതല്ല ഞാനാണിത്. അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിന്റെ ഐഡിയുടെ പേര് രേവിത മനോജ് എന്നായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ഇത് ഈ പുള്ളി അല്ല ചേട്ടനല്ല എന്നുള്ളത് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അതിനകത്ത് വന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ കമന്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അവിടെ ചേട്ടന്റെ വ്യൂവേഴ്സിനെങ്കിലും മനസ്സിലാവും. മനസ്സിലായി. എനിക്ക് ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ഷഫീന ഈ ഒരു സാധനം വരുന്നല്ലോ, ഞാനത് പ്രതികരിക്കാൻ കാരണം അതിനകത്ത് ചാത്തൻ സേവയും കൊച്ചൊക്കെ മരിച്ചോണ്ട് പോകുന്നൊക്കെ പ്രാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ സത്യാവസ്ഥ. ഷഫീന ബീവി ഈ വീഡിയോ രാജിന് കൊടുത്തപ്പോൾ രാജ് അതിനകത്ത് നോക്കിയപ്പോൾ കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ മരിച്ചു അല്ലെങ്കിൽ ചാത്തൻ സേവയുണ്ട് എനിക്ക്, ഞാൻ നിന്നെ ഭസ്മമായി കളയും, ഞാൻ നിന്നെ അങ്ങ് പുകച്ചു കളയും, ഞാൻ അങ്ങ് തിന്നു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനെതിരെയാണ് രാജ് എടുത്തു വെച്ചിട്ട് ഈ വീഡിയോ ചെയ്തത്. അതിന്റെ വൈരാഗ്യമാണ് അവിടെ മറ്റൊരു രീതിയിൽ ഇവർ തീർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്തായാലും രാജിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് രാജ് നിരപരാധിയാണെന്നുള്ളതാണ്. നമുക്ക് വേറെ കാര്യമുണ്ട് കേട്ടോ, ഇത് കൃത്രിമമായിട്ടാണ് ഈ തെളിവുകളെല്ലാം ഇവർ ഉണ്ടാക്കിയത് എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, കൃത്രിമമായിട്ടാണ് ഇവർ ഈ തെളിവുകളൊക്കെ സൃഷ്ടിച്ചതെങ്കിൽ ഇത് വേറെ കേസാണ്. ഉറപ്പായിട്ടും ഈ കേസ് സൈബർ കേസായിട്ട് തന്നെ നിലനിൽക്കത്തില്ല. ഇത് രാജിന് വേറെ രീതിയിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും. അകത്തായി പോകുന്ന കേസുകളാണ്. മറ്റേ സൈബർ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം കുറച്ച് ഒരു പിഴയോ എന്തെങ്കിലും അടച്ച് നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരാളെ കുറിച്ച് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കിയാൽ
അകത്താവും, ഉറപ്പായിട്ട് കാര്യം. നമുക്കത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അല്ലേ നമ്മുടെ ഒരു പാർട്ടി ബേസ്ഡ് ഒരു സാധനം ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഷാഫിക്കെതിരെ എങ്ങാണ്ട് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയൊക്കെ ചെയ്തില്ലേ? അതിപ്പോ ജാമ്യത്തിൽ എങ്ങാണ്ടാണ്. ജാമ്യം കിട്ടത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷെ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ അത് തെളിയിക്കപ്പെട്ടാൽ പിന്നെ അകത്ത് കിടക്കേണ്ടി വരും. എന്നാൽ തെളിയിക്കപ്പെടും. ഈ AI വെച്ചും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അത് സൈബർ കേസിൽ മാത്രം ഒതുങ്ങത്തില്ല. ഇതിലെ രാജ് നിരപരാധിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ രാജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ രേണുസുതിക്ക് അനുകൂലമായിട്ട് കൂടുതൽ വീഡിയോ ചെയ്യാത്തവരാ. കാരണം രേണുസുതി തന്നെയാണ് കാരണം. അപ്പം അവരോടുള്ള വാശിയെല്ലാം കൂടെ എന്ത് ചെയ്യും, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യും, ഈ വാശിയെല്ലാം കൂടെ ഈ രാജിനെ എങ്ങനെ ഒതുക്കാം എന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കിട്ടുമ്പോൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുകയും കോംപ്രമൈസ് ആവുകയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ പോലെ തെളിവുകളൊക്കെ കൈമാറുകയൊക്കെ ചെയ്യും. അപ്പൊ അതെല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് ഇത്. പക്ഷെ എന്തായാലും രാജ്, ഞാൻ പറഞ്ഞിട്ട് രാജ് കേസ് ഇപ്പം കൊടുത്ത് രാജിന്റെ ചാനലിൽ തന്നെ രാജ് അതിന്റെ റെസിപ്റ്റ് ഇട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അതിന്റെ ഫലം നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു സൈബർ കേസിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ഭയങ്കര ലോങ് ആയി പോയി വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.